നമസ്കാരം. കേരളത്തെ ഇളക്കി മറിച്ചുകൊണ്ടാണ് ഇന്ന് പുലർച്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പുലർക്കാലത്ത് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് KPM ഹോട്ടലിൽ വെച്ചാണ് ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വാതിൽ മുട്ടി തുറക്കാൻ വേണ്ടി 12 മണിക്ക് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം തുറന്നില്ല. പിന്നീട് പോലീസാണെന്ന് പറഞ്ഞ ശേഷമാണ് തുറന്നപാടെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അതേപോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മൊബൈലുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനിടെ അവിടെ നിന്ന് പെട്ടെന്ന് ദ്രുതഗതിയിൽ ഇറക്കി വാഹനത്തിൽ കയറ്റി 15 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി. നേരെ കൊണ്ടുപോയത് പത്തനംതിട്ട എയർ ക്യാമ്പിലേക്കാണ്. അവിടെ നിന്ന് ഇന്ന് ചോദ്യം ചെയ്യലിന് രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായി ഒരു മറുപടിയും പറയാൻ തയ്യാറായിട്ടില്ല. കാരണം അദ്ദേഹത്തിന് കൃത്യമായി അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ പോലീസ് പാലിച്ചിട്ടില്ല. കൃത്യമായി അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെയോ ബന്ധുക്കളെയോ അറിയിക്കേണ്ടതുണ്ട്. നിയമവിരുദ്ധമായിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DK ബാസു വെസ്റ്റ് ബംഗാൾ കേസിൽ കൃത്യമായി പറഞ്ഞിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെയോ അറിയിക്കണം. അഭിഭാഷകനെ അറിയിച്ച് അത് ഒപ്പിടിയിക്കണം എന്നുള്ള കാര്യമുണ്ട്. ഒപ്പിട്ട് കോപ്പി കൊടുത്ത ശേഷം മാത്രമേ അദ്ദേഹത്തെ പാലക്കാട് നിന്ന് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവിടെ തന്നെ നിയമവിരുദ്ധമായി മാർഗം ചെയ്തതിന് കാരണം പിണറായി വിജയൻ നേരിട്ട് ഈ കേസിൽ ഇടപെടുകയും നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ കൊണ്ടുപോയ പത്തനംതിട്ട എയർ ക്യാമ്പിലേക്കാണ്. വളരെ സത്യസന്ധമായ ഒരു കാര്യം. അദ്ദേഹം മുൻകൂർ ജാമ്യത്തിലിരിക്കുന്ന ഒരു പ്രതിയാണ്. 2 കേസുകളിൽ അദ്ദേഹം കൃത്യമായി പോലീസിൻ്റെ നിരീക്ഷണത്തിൽ പോലീസ് പറയുന്ന പോലെ പ്രവർത്തിക്കേണ്ട ആളാണ്. അദ്ദേഹത്തെ വിളിച്ചു വരുത്താൻ പൂങ്കലിലൊരു നോട്ടീസ് കൊടുത്താൽ അദ്ദേഹം മറ്റു കേസുകളിൽ ഹാജരാകും വരും. ആ സമയത്ത് അദ്ദേഹത്തെ കൃത്യമായി അറസ്റ്റ് ചെയ്യാനും അത് നിയമ നടപടികൾ പറയാൻ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാമെന്നിരിക്കെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത നടപടി തീർത്തും തെറ്റാണ്. രണ്ടാമത്തത്, നേരത്തെ പിണറായി വിജയൻ പ്ലാൻ ചെയ്തൊരു പദ്ധതിയാണ് ഉമ്മൻചാണ്ടിയെ അറസ്റ്റ് ചെയ്ത പോലെ, ഉമ്മൻചാണ്ടിക്കെതിരെ സരിതാ നായരെ ഉപയോഗിച്ച് കള്ളക്കേസ് എടുത്ത പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ കേസ് കൊണ്ടുവരിക, അത് വ്യാപകമായ രൂപത്തിൽ പ്രചരണം ഉണ്ടാക്കുകയും DYFക്കാരെയും യൂത്ത് അതേപോലെ BJPക്കാരെയും രംഗത്തിറക്കി അത് വലിയ പ്രക്ഷോഭമാക്കുകയും പ്രതിഷേധക്കാർ അക്രമാസക്തരാകുകയും അങ്ങനെ വയലൻ്റായൊരു മോബിനെ സൃഷ്ടിക്കുക എന്നുള്ള പിണറായി വിജയൻ്റെ പ്ലാനാണ്. ആഭ്യന്തരമന്ത്രിയെ പിണറായി വിജയൻ അതിനുവേണ്ടി പോലീസുകാരെ ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇന്ന് നമുക്കറിയാം, എയർ ക്യാമ്പിൽ നിന്ന് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ കണ്ട കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇതൊന്നും കൂസാതെ പുഞ്ചിരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം കയറി പോകുന്നത് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്നുള്ള നാടകീയ രംഗങ്ങൾ നമ്മൾ കണ്ടു. ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ എത്തി. വലിയ വയലൻ്റായൊരു മോബിനെ കണ്ടു. ഇതൊക്കെ പിണറായി വിജയൻ്റെ പ്ലാനാണ്. അതിനുശേഷം എന്താണ് ഉണ്ടായത്? അദ്ദേഹത്തിന് DNA ടെസ്റ്റ് നടത്താനുള്ള ബ്ലഡ് എടുത്തു. അതിനുശേഷം പൊട്ടൻഷ്യൽ ടെസ്റ്റ് നടത്തി അദ്ദേഹത്തെ അവിടെ നിന്ന് നേരെ ജയിലിൽ കൊണ്ടുപോയിട്ട് നേരെ മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊണ്ടുപോയി. മജിസ്ട്രേറ്റ് സാധാരണ പോലെ പത്തനംതിട്ട CJM കോടതി ഇത്തരത്തിലുള്ള നോൺ ബെയിലബിൾ വകുപ്പാകുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കില്ല, പകരം ഓപ്പൺ കോർട്ടിൽ വാദം നടത്തണം. അങ്ങനെ അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ ജയിലിൽ റിമാൻഡ് ചെയ്ത പ്രകാരം മാവേലിക്കര സബ് ജയിലിൽ കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തെ ഉടുതുണി കംപ്ലീറ്റ് അഴിപ്പിച്ച് അദ്ദേഹത്തിനെ പരിശോധിച്ചു. അതൊരു ക്രമമാണ്, നടപടിക്രമമാണ്. ശരീരത്തിൽ എന്തെങ്കിലും ഡ്രഗ് ഉണ്ടോ അല്ലെങ്കിൽ മയക്കുമരുന്നോ മറ്റുള്ള സാധനങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള മാർഗ്ഗമാണ്. ജയിലിൽ പോകുന്ന ഏത് കൊമ്പനാണ് ശരി, അത് ചെയ്യേണ്ടതാണ്. അത് വേറെ വശം. പുറത്ത് എന്താണ് ഉണ്ടായത്? അവിടെയും ഭയങ്കര ബഹളമായിരുന്നു, പലതരത്തിലുള്ള ബഹളമുണ്ടായിരുന്നു. അതൊക്കെ നേരത്തെ പിണറായി വിജയൻ പ്ലാൻ ചെയ്തൊരു പദ്ധതിയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് പാലക്കാട് ഇതേപോലെ പ്രകടനങ്ങൾ ഇതാക്കി എന്ത് മറയ്ക്കാനാണ് പിണറായി വിജയൻ ചെയ്തത്? ഇന്നലെ ഒരാഴ്ചയായി പിണറായി വിജയൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയന് കുറച്ച് പെൺകുട്ടികൾ പരാതി കൊടുത്തു എന്നുള്ള സത്യമാണ്. ഇതൊന്നും ബലാത്സംഗമല്ല എന്നുള്ള സത്യം. പരസ്പര സമ്മതത്തോടെ ഈ രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മൾ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ആ ചെറുപ്പക്കാരൻ്റെ ഭാവി തകർക്കുന്ന പരിപാടി അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുകയാണ്. അതിന് അദ്ദേഹം രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, രാഷ്ട്രീയ രംഗത്ത് ഒന്നുകിൽ മാറുക, അല്ലെങ്കിൽ അദ്ദേഹം പരസ്യമായി മാപ്പ് പറയുക. ഞാൻ പല പെൺകുട്ടികളോട് പ്രായത്തിൻ്റെ പക്വതയില്ലാത്തതുകൊണ്ട് പ്രവർത്തിച്ചു പോയിട്ടുണ്ട്, അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അവരോട് എല്ലാം ക്ഷമിക്കണം, എൻ്റെ തെറ്റ് പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നന്നായി ജീവിക്കാനും പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് എല്ലാവരുടെ മുന്നിലുള്ളത്. അത് കോൺഗ്രസ് തന്നെ ചെയ്യേണ്ടതായിരുന്നു. കോൺഗ്രസ് നേരത്തെ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ചില പെൺമക്കളെ അദ്ദേഹം ഇതേപോലെ പ്രണയിക്കുകയും അങ്ങനെ അവരുമായി ലൈംഗിക ബന്ധം ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ ചില നേതാക്കന്മാർ കരഞ്ഞു പിടിച്ച് VD സതീഷിൻ്റെയും അതേപോലെ രമേശ് ചെന്നിത്തലയുടെയും മുമ്പിൽ ഒക്കെ എത്തിയപ്പെട്ടപ്പോൾ അവർക്ക് നടപടി എടുക്കേണ്ടി വന്നു. എടുക്കാതിരിക്കാൻ പറ്റില്ല. അത്രയും ഭീകരമായ സംഭവങ്ങളാണ് അവരുടെ മുന്നിലേക്ക് വന്നത്.
അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തിട്ടല്ല. ഇവിടെയും ഈ പറയുന്ന യുവതി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന പരാതിയെ നിൽക്കില്ല. കാരണം ആ പരാതി തന്നെ പറയുന്നുണ്ട്, ആ സ്ത്രീ ആദ്യം തന്നെ എവിടെ രാഹുൽ മാങ്കൂട്ടത്തെ കാണാൻ വരുന്നത് തന്നെ അവരുടെ ഭർത്താവുമായിട്ടുള്ള തർക്കം പരിഹരിക്കാനാണ്. അങ്ങനെ അവർ റൂം എടുക്കുന്നു. അവിടെ ചെന്നിട്ട് ആ റൂമിലേക്ക് രാഹുൽ മാങ്കൂട്ടം പിന്നീട് വരുന്ന 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ കയറി വരുന്ന രാഹുൽ മാങ്കൂട്ടം പിന്നീട് അവിടെ കയറിയിട്ട് പെട്ടെന്ന് തന്നെ അവരെ അടിക്കുന്നു, അവരുടെ ശരീരത്തിൽ മുഴുവൻ ഭയങ്കര മുറിപ്പാടുകൾ ഉണ്ടാക്കി ഭീകരമായി പീഡിപ്പിക്കുന്നു, അങ്ങനെ ബലാത്സംഗം ചെയ്യുന്നു എന്ന് പറയുന്നത് കെട്ടുകഥ. ആരെങ്കിലും വിശ്വസിക്കുക? പിണറായി വിജയൻ അല്ലാതെ വിശ്വസിക്കില്ല. ഈ പരാതിയിൽ പറയുന്ന പിന്നെ ഒരു കാര്യം, ഇതേപോലെ ബലാത്സംഗം ചെയ്തു എന്നാണ് 2 പരാതിയിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഗർഭിണിയാക്കാൻ എനിക്ക് കുഞ്ഞിനെ വേണമെന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, അതും ഇതിലുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മൂന്നാമത് ഗർഭം ധരിക്കുന്നു, പിന്നെ ഗർഭം ധരിച്ച കുട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഗർഭം ധരിക്കാൻ വേണ്ടി പറയാന്ന് പറയുന്നുണ്ട്. എല്ലാത്തിലും അമ്മയോട് പറഞ്ഞ് അവതരിപ്പിക്കണം, എനിക്കൊരു കുട്ടി ഉണ്ടായിപ്പോയി ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കണം എന്ന് പറയുന്ന കാര്യമാണ് മറ്റ് 2 പീഡന പരാതിയിലും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് ഇവിടെയും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിനുശേഷം ഗർഭിണിയാകുന്നു, പിന്നെ ഗർഭചിത്രം നടത്തുന്നു. ഇവിടെ ഗർഭം അലസിപ്പോയി, എന്തുകൊണ്ട്? മാനസിക ടെൻഷൻ കൊണ്ട് ഗർഭം അലസിപ്പോയി എന്നാണ് പറയുന്നത്. ആ യുവതി എന്ത് പറയുന്നുണ്ട്, DNA ടെസ്റ്റ് നടത്താൻ തയ്യാറാണെന്ന് പറയുന്നു. DNA ടെസ്റ്റ് നടത്താൻ ഇദ്ദേഹം തയ്യാറല്ല എന്ന് പറയുന്നു. ഇത് വേറെ ആരുടേതാണെന്ന് പറയുന്നു. ആ DNA ടെസ്റ്റ് നടത്താൻ വേണ്ടി ആ ഭ്രൂണം തന്നെ ആ ലേഡി എടുത്തു വെച്ചിട്ടുണ്ട്. അവർ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവർ ആ പറയുന്ന കാര്യത്തിൽ വരെയൊക്കെ സത്യസന്ധമായിരിക്കാം. പക്ഷേ ഇപ്പുറത്ത് ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന കാര്യം കള്ളമാണ്. കാരണം തുടക്കം തന്നെ കേട്ട് കഴിഞ്ഞാൽ ഇത് കെട്ടിച്ചമച്ചതാണ്, അവരുടെ പരസ്പര സമ്മതത്തോടു കൂടിയുള്ളതാണെന്ന് മനസ്സിലാക്കാൻ പിന്നീട് ഇവർ സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. ചെരുപ്പ്, വിലപിടിപ്പുള്ള ചെരുപ്പ് കൊടുക്കുന്നു, ഡ്രസ്സ് കൊടുക്കുന്നു, പിന്നെ അതേപോലെ പണം കൊടുക്കുന്നു. അങ്ങോട്ട് കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അട്രാക്റ്റ് ചെയ്യാണ്. ആ അട്രാക്റ്റ് ചെയ്യുന്ന ആൾ പിന്നീട് എങ്ങനെയാണ് അപ്പം തന്നെ ഫോൺ ഓഫാക്കില്ലേ, ഫോൺ ബ്ലോക്ക് ചെയ്യില്ലേ? പിന്നെ ഇതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്നത്. എന്തുകൊണ്ട് അന്ന് പരാതി കൊടുത്തില്ല? സാമാന്യ രീതിക്ക് അന്നൊരു പരാതി കൊടുക്കണ്ടേ? അങ്ങനെ ഒരു പരാതിയില്ല. 1 കൊല്ലം 7 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ പിണറായി വിജയൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്ത്രീയെ വിലക്കെടുത്തു എന്ന് വേണമെങ്കിൽ കരുതാം. സരിതാ നായരെ എങ്ങനെയാണോ പിണറായി വിജയൻ വിലക്കെടുത്തിരുന്നത്, 10 കോടി കൊടുത്തിട്ട് എറണാകുളം വെച്ചിട്ട് ഗണേഷ് കുമാർ കൊണ്ടുവന്ന് ഒരുമിച്ച് ഗൂഢാലോചന നടത്തിയിട്ട് വിലക്കെടുത്ത പോലെ ഈ ലേഡിയെ വിലക്കെടുത്തതായി കാണാം. ഈ ഇലക്ഷൻ സമയത്ത് അല്ലെങ്കിൽ ആ ലേഡി പരാതി കൊടുക്കാൻ തയ്യാറാവില്ല. ഇലക്ഷൻ സമയത്ത് പരാതി കൊടുക്കണമെങ്കിൽ ആ ലേഡിക്ക് എന്തോ വലിയ ഓഫർ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പിന്നെ ഇത് വേറൊരു കാര്യം, ഒരു കേസിൽ പറഞ്ഞത് ഭ്രൂണഹത്യ നടത്തി നിർബന്ധപൂർവ്വം ഗർഭചിത്രം നടത്തിച്ചു എന്നാണ്. എന്നാൽ കേസിൽ FIR ഇട്ടപ്പോൾ 376 വകുപ്പ് മാത്രമേ ഉള്ളൂ. അത് ബലാത്സംഗമാണ്. 506 ക്രിമിനൽ ഇൻറ്റിമിനേഷൻ, ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് നഗ്ന വീഡിയോ എടുത്തു എന്നൊക്കെയാണ് പറയുന്നത് ആദ്യത്തെ ദിവസം തന്നെ. പിന്നെ ഒരാൾ വരുമ്പോഴേക്കും ഒരു പെണ്ണിനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ പെണ്ണ് സാമാന്യ ബോധവും വിവരമുള്ള ഒരു ലേഡിയാണെങ്കിൽ അന്ന് തന്നെ പരാതി കൊടുക്കില്ലേ? മിനിമം ഒരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പരാതി കൊടുക്കില്ലേ പോലീസ് സ്റ്റേഷനിൽ? അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഇവിടെയുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൃത്യമായി പിണറായി വിജയൻ്റെ പ്ലാനാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് പുറത്തു വന്നിട്ടുണ്ട്. ഈ ലേഡി പരാതി ഒരാഴ്ച കൊണ്ട് പിണറായി വിജയൻ P ശശിയെ കൊണ്ട് ഏതോ ഒരു അഡ്വക്കറ്റിനെ കൊണ്ടാണ് ഈ 3 പീഡന പരാതിയിൽ പരാതി തയ്യാറാക്കിയിട്ടുള്ളത്. ആ പരാതി നേരെ സമാന സ്വഭാവമുള്ളതാക്കാൻ, ഒരേ ക്രമത്തിലാക്കാൻ സാഹചര്യം മാത്രത്തിൽ മാറും. ആ പരാതി തയ്യാറാക്കിയ ലേഡിക്ക് അയക്കുന്നു, ലേഡിക്ക് അയക്കുന്നു, അതിനുശേഷം ആ ലേഡി പരാതി പോലീസിന് അയക്കുന്നു. ഇതൊക്കെ ഒരു ചെയ്ത രീതിയാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് അവർക്ക് ഏത് മാർഗത്തിലാണ് പരാതി അയച്ചു കൊടുത്തത് നമുക്കറിയില്ല. എന്തായാലും പരാതി ആദ്യം തയ്യാറാക്കി അയച്ചു കൊടുത്തത് 3 എണ്ണം ഒരേ സമാന സ്വഭാവമുള്ള ഒരേപോലെ അച്ചിട്ട വാർത്ത പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തന്നെ മനസ്സിലാക്കാം. ഇത് പരാതി തയ്യാറാക്കിയ ഒരാൾ മാത്രമാണ്. പിന്നെ ഭ്രൂണഹത്യ, ഇതിന് കേസെടുത്തില്ല, അതിനുള്ള തെളിവില്ലാത്തതുകൊണ്ട് കേസെടുത്തില്ല. അപ്പോൾ ഭ്രൂണഹത്യ എന്ന് പറയുന്നത് വലിയ കുറ്റമാണ്. 10 വർഷം കഠിന തടവ് കിട്ടുന്ന ഒരു ശിക്ഷയാണ്. അങ്ങനെ ഒരു സംഭവം സമ്മർദ്ദം ചെലുത്തി അവരെ പേടിപ്പിച്ച് അങ്ങനെ ഒരു സാധനം എടുത്തു എന്ന് പറയുന്ന സംഭവം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് 376 വകുപ്പ് മാത്രം. ഇനി ഒരു ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭ്രൂണഹത്യക്ക് കേസില്ല, അതായത് ഗർഭചിത്രം നടത്തിയതിന് തെളിവില്ലെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ലേഡി നേരിട്ട് പിണറായി വിജയന് നേരത്തെ ഇവർ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ, പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെട്ട പ്രകാരം തന്നെ കൃത്യമായൊരു ഓഡിയോ അയച്ചു കൊടുക്കുന്നു. ഇദ്ദേഹം എന്നെ പേടിപ്പിച്ചിരിക്കുകയാണ്, കൊല്ലുമെന്ന് പേടിപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞൊരു കള്ള സംഭവം ഉണ്ടാക്കി കൊടുത്തിരിക്കുക. എന്തിനാണ്? അദ്ദേഹം നാളെ ഈ ലേഡി നിന്ന് കാല് മാറിയാൽ ജനങ്ങളെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സാധനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ പിണറായി വിജയൻ ഇന്നലെ രാത്രി ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് പിണറായി വിജയനാണ്.
കൃത്യമായി ഓപ്പറേറ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തു എല്ലാം തന്നെ. ഇനിയിപ്പം ജയിലിൽ എത്തിയ ആൾ രേഖല ജാമ്യത്തിൽ ഇറങ്ങുമെന്നാണ് കരുതുന്നത്. സുപ്രീം കോടതി ഇന്നലെ മിഞ്ഞാന്ന് ജസ്റ്റിസ് നാഗരത്നയുടെ ഒരു പ്രധാന ഉത്തരവുണ്ട്. ബോംബെ ഹൈക്കോടതിയിൽ ലണ്ടൻകാരനായ ഒരാൾ കൊടുത്ത ഇതേപോലെയുള്ള വിവാഹ വാഗ്ദാനം ചെയ്ത് ഉള്ള ഒരു കേസിൽ ജാമ്യം കൊടുത്തില്ല. അവസാനം സുപ്രീം കോടതി വളരെ കൂളായിട്ട് കൊടുത്തു. വിവാഹ വാഗ്ദാനം ചെയ്തതാവുന്നത് ബലാത്സംഗമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിധി പറഞ്ഞിരിക്കുന്നത്. അതിന് ജാമ്യം അപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് സുപ്രീം കോടതിയിൽ നടന്ന കേസാണ്. എത്രയോ കേസുകൾ ഇതുപോലെ ഉണ്ട്. സുപ്രീം കോടതി വിവാഹ വാഗ്ദാനം ചെയ്ത് ഉള്ള കേസിൽ ജാമ്യം അനുവദിക്കണം എന്ന് പറഞ്ഞുള്ള വിധി വന്നിരിക്കുകയാണ്. അങ്ങനെ ആ ലണ്ടൻകാരന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാനദണ്ഡം. അതായത് താഴേക്കടലുള്ള മജിസ്ട്രേറ്റ് കോടതിക്ക് സുപ്രീം കോടതിയിലെ ഈ വിധി ബാധകമാണ്. അവിടെ ഈ രാഹുൽ മാങ്കൂട്ടം വരുമ്പോൾ ഈ വിധി തീർച്ചയായും അവിടെ പരാമർശിക്കപ്പെടും. ആ വിധി പ്രകാരം നിർബന്ധമായിട്ടും മജിസ്ട്രേറ്റിന് അത് സുപ്രീം കോടതി വിധി അനുസരിച്ചേ പറ്റുള്ളൂ. ആ അനുസരിക്കുന്ന പ്രകാരം ജാമ്യം, അതേപോലെയുള്ള സമാന സ്വഭാവമുള്ള ഒരു കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് വാദം നടക്കുകയാണെങ്കിൽ, കൃത്യമായി ഈ കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ ജാമ്യം കിട്ടും കോടതിയിൽ നിന്നുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി ആ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് ഞങ്ങളുടെ അവതാരക, ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ ഐശ്വര്യ ഉണ്ണി ഒരു പ്രത്യേക വീഡിയോ ചെയ്യുന്നുണ്ട്. ക്രൈം എക്സ്ക്ലൂസീവ് എന്ന ചാനൽ നോക്കുക. നാളെ ഒരു കള്ളക്കേസ് വന്നാൽ നേരെ കോടതി പോയി വിവാഹ വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള കേസുകളൊക്കെ തന്നെ അപ്പോൾ ജാമ്യം കിട്ടുന്നതാണ്. മാത്രമല്ല അത്തരം കേസുകൾ നിലനിൽക്കുകയില്ല എന്നുകൂടി, അത് ബലാത്സംഗമായി കാണാൻ പറ്റില്ല എന്നുകൂടി സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ്റെ മോഹം എന്തായിരുന്നു? ഉമ്മൻചാണ്ടിയെ പോലെ ഇവിടെ ഒരു വലിയ പ്രക്ഷോഭമുണ്ടാക്കി കേരളം മുഴുവൻ ഇളക്കി മറിച്ച് സ്വർണ്ണക്കൊള്ളയിൽ നിന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് CPM നേതാക്കന്മാർ അറസ്റ്റ് ജയിലടച്ച നടപടികളെ നിന്നും ആളുകളെ ശ്രദ്ധ മാറ്റുക, അങ്ങനെ കേരളം മുഴുവൻ ഇളക്കി മറിക്കുക, ഇനി അടുത്ത ഇലക്ഷനിൽ അട്ടിമറി വിജയം നേടുക എന്നുള്ളത്. പിണറായി വിജയ, താങ്കൾക്ക് തെറ്റുപറ്റിപ്പോയി. പഴയ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കള്ളക്കേസാണെന്ന് പോലീസിനെ കൊണ്ടും ക്രൈംബ്രാഞ്ചിനെ കൊണ്ടും CBI കൊണ്ടും താങ്കൾ തന്നെ അന്വേഷിപ്പിച്ചിട്ട് ഒരു മണ്ണാങ്കടയും കിട്ടാതെ ആ പാവത്തിനെ പീഡിപ്പിച്ച് കൊന്നതാണ് താങ്കൾ. ഇനി ഒരാളെ അതുപോലെ കൊല്ലാൻ ആരും അനുവദിക്കില്ല. ഇദ്ദേഹം തെറ്റുകാരനാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിന് ഒഴിവായി മാറട്ടെ. അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയ രംഗത്ത് നിൽക്കാൻ പറ്റുന്ന ആളല്ല പറയാം. പക്ഷെ അദ്ദേഹത്തെ നിയമപരമല്ലാത്തൊരു കേസിൽ അദ്ദേഹത്തെ കൊടുക്കാമെന്നുണ്ട് കരുതുന്ന വെറുതികളുടെ സ്വർഗത്തിലാണ് താങ്കൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നാളെയോ മറ്റന്നാളോ അദ്ദേഹത്തിന് എവിടെ നിന്നാണെങ്കിലും ജാമ്യം കിട്ടുമെന്നുള്ള കാര്യം സംശയമില്ല. കാരണം സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടാവുന്ന അതേ സാഹചര്യമുള്ള വിധി പ്രഖ്യാപിച്ച് അത് രാഹുൽ മാങ്കൂട്ടത്തിന് ബാധകമാണ്. നന്ദി, നമസ്കാരം.